അങ്ങനെ നമ്മുടെ അജയ് അവൻ്റെ അച്ഛനോട് പറയണ്ടേ, എനിക്ക് അഞ്ജനെ കല്യാണം കഴിക്കാൻ ഒട്ടും മനസ്സില്ല, എനിക്ക് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറയണ്ടേ. എന്തായാലും അവൻ മുത്തശ്ശിയോട് പറയണ്ടേ, മുത്തശ്ശിയോട് വാക്ക് ഞാൻ എതിർക്കാമെന്ന് വിചാരിക്കരുത്, എനിക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം മോതിരമൊക്കെ ഊരിയിട്ട് ആ ടേബിൾ മേൽ വെക്കുന്നുണ്ട്. മുത്തശ്ശി പറയണ്ടേ, എന്താ മോനെ നീ ചെയ്യണം, എന്തിനാ നീ ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അജയ് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ എന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ എല്ലാവരും ഇതിന് പുറപ്പെടണത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൻ ദേഷ്യപ്പെട്ടിട്ട് സങ്കടപ്പെട്ടിട്ട് മോളിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എൻ്റെ മനസാക്ഷിക്കെതിരെ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ ഒന്നും പ്രവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ ഭവാനി പറയണ്ട, അവൻ്റെ മനസ്സിൽ ഇപ്പോൾ വെറും ഭൂമിയാണ്, അതുകൊണ്ടാണ് അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്ന് പറയുന്നത് നമ്മുടെ അഞ്ജനോട്. എന്തായാലും നമ്മുടെ അജയും ഭൂമിയും കൂടി കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അവർ രണ്ടാൾ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമി സമ്മതം കൊടുക്കുന്നുണ്ട് നമ്മുടെ അജയിന്. എന്തായാലും അജയനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്, ഭൂമിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടവും ആവുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അജയിൻ്റെ അച്ഛൻ അജയിൻ്റെ അമ്മോട് പറയണ്ടേ, എന്തായാലും ഞാൻ ഈ കല്യാണം നടത്തിയിരിക്കും, അതിൻ്റെ വാശിയാണ്, അവൻ എന്തെന്നെ ചെയ്താലും ശരി ഞാൻ ഈ കല്യാണം നടത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട്. അജയിൻ്റെ അമ്മയാണെങ്കിൽ വല്ലാത്ത സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്, കാരണം ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടതെന്നൊന്നും അറിയാതെ. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.